നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് കിടക്കണം. ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾ പുരുഷന്മാരെ തേക്കുന്നുണ്ട്. എന്തുകൊണ്ട്? പല കാരണങ്ങൾ കൊണ്ട് തേക്കുന്നുണ്ട്. ചില സ്ത്രീകൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോലിന് നീളല്ലെങ്കിൽ തേച്ച് പോകും. അമ്മാതിരിയുള്ളൊരു തേപ്പാണ് ഇന്നത്തെ കഥയുടെ സാരാംശം. നമുക്ക് ഒരു വിഷയത്തിലേക്ക് കിടക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ല ജോലിയുള്ള ഒരു സ്ത്രീയാണ്, കല്യാണം കഴിഞ്ഞിട്ടില്ല, സുന്ദരിയാണ്. അവൾക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാമുകനുണ്ട്. കാമുകനായിട്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പരിപാടി ചെയ്യും. അപ്പോൾ ആ ഒരു കാമുകനെ ഒരുപാട് സ്നേഹിക്കുന്നു, ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ഒരു പ്രേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കാണുന്നവർക്ക് അസൂയ തോന്നുന്ന പ്രേമമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവളുടെ ഓഫീസിൽ ഒരു പുതിയതായിട്ടുള്ളൊരു ഓഫീസർ അവിടെ ചാർജ് എടുക്കുന്നത്. അയാളെ കണ്ടാൽ തന്നെ നല്ല അസല് സുന്ദരനാണ്, കാണാനും നല്ല സ്റ്റൈലായി, നല്ല ഹൈറ്റിൽ വെളുത്ത് നല്ല സുന്ദരനായുള്ള ചെറുപ്പക്കാരൻ. അപ്പോൾ അവളെ കണ്ടപ്പോൾ അവനും ഓഫീസർക്കും ഒരു ഇഷ്ടം തോന്നി, ഇവൾക്കും ഇഷ്ടം തോന്നി. അങ്ങനെ ഇവർ തമ്മിൽ അടുക്കണം അവിടെ ആ ഓഫീസിൽ വെച്ചിട്ട്. അടുത്തിട്ട് ഒരു ഭയങ്കരമായിട്ട് ഒരു അറ്റാച്ച്മെൻ്റ് ആവണം. ആ അറ്റാച്ച്മെൻറ്റ് എന്തുണ്ടായി, അയാളുടെ വീട്ടിലേക്ക് ഇവളെ ക്ഷണിക്കണം. അപ്പോൾ ഇവള് വീട്ടിൽ ചെല്ലണം. ഇവൾക്കറിയാം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പരിപാടി ചെയ്യുന്ന അറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവള് വീട്ടിൽ ചെല്ലണം. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അയാളങ്ങോട്ട് ഇവളെ പരിപാടി ചെയ്തു എന്ന് പറയുന്നത് മാത്രമല്ല, പരിപാടി ചെയ്തു 2 അക്ഷരം 3 അക്ഷരം പരിപാടി എന്ന് പറഞ്ഞ് ഒതുക്കാൻ പറ്റില്ല. അയാളുടെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1.5 പരിപാടി. ഏത് സ്ത്രീകളും കാമദേവൻ എന്ന് വിളിച്ചു പോകുന്ന രീതിയിലുള്ള പരിപാടി. ഇവളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാമുകനായിട്ട് പരിപാടി ചെയ്യാറുണ്ട്, അതിന് മുമ്പ് ഇവൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇവൾക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും മറക്കാൻ പറ്റാത്ത ഒരു പരിപാടിയായിട്ട് ആ പരിപാടി മാറണം. അത്ര മനോഹരമായിട്ടാണ്, അത്ര റിയലിസ്റ്റിക് ആയിട്ടാണ് അയാൾ ഇവളെ പരിപാടി ചെയ്തത്. അതൊക്കെ കണ്ടോടുകൂടി ഇവൾക്ക് ആ കാമുകൻ എന്ന് പറഞ്ഞ ആളെ ഇനി വേണ്ട എന്നൊരു മനസ്സിൽ തോന്നി. അങ്ങനെ ഈ ബന്ധപ്പെടൽ പിന്നെ അവർ സ്ഥിരമാക്കണം. സ്ഥിരമാക്കി കഴിയുമ്പോൾ ഈ കാമുകനായിട്ട് ബന്ധപ്പെടാൻ പിന്നെ ഇവൾ ഇഷ്ടമില്ലാണ്ടായി. കാമുകനായിട്ട് ഒരു ദിവസം കാമുകനോട് പറഞ്ഞു, അതെ, ഞാനൊരു പുതിയൊരാളെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനും അദ്ദേഹവും തമ്മിൽ, എൻ്റെ ഓഫീസറാണ്, അദ്ദേഹമായിട്ട് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ഇനി നമ്മൾ തമ്മിൽ ഒത്തുപോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ നിന്നെ തേക്കുന്നു. അങ്ങനെ തേച്ച് ഒട്ടിച്ച് ഇവള് കാമുകൻ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി, തിക്കും തിരക്കും ബഹളമൊക്കെ ഉണ്ടാക്കി, വഴക്കൊക്കെ ഉണ്ടാക്കി. പക്ഷെ പാകമില്ല, രക്ഷയില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാമുകൻ്റെ പരിപാടിയേക്കാളും നന്നായി കളിച്ചു കൊടുക്കുന്ന ഒരാളാണ് ഇപ്പോൾ കിട്ടി നോക്കുന്നത്. ഇനി അതിനേക്കാളും മനോഹരമായി കളിക്കുന്ന വേറെ ആളെ കിട്ടി കഴിഞ്ഞാൽ സ്ത്രീകൾ ചിലപ്പോൾ അങ്ങോട്ടും പോയിന്ന് വരും. അവരുടെ മനസ്സ് ഈ ആടിൻ്റെ പോലെ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ വച്ച തോന്നും. ഇവിടെ 2 കടി കടിക്കും, അത് കഴിഞ്ഞ് അപ്പുറത്ത് പോയിട്ട് 4 കടി കടിക്കും. അപ്പോൾ അവർക്ക് വേറെ അടുത്ത് 2 പുല്ല് നിൽക്കണം, അപ്പോൾ അങ്ങോട്ട് പോയി കടി കടിക്കും. അങ്ങനെയുള്ളൊരു ചാടി പോണൊരു മനസ്സാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ ഒരു ചാബല്യമായിട്ട് നമ്മൾ കാണുന്നുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും കിട്ടുന്ന സുഖങ്ങളൊന്നു തന്നെയാണ്. എല്ലാവരും ഒരു സാധനം കൊണ്ട് തന്നെയല്ല എല്ലാവരും ഈ കളിക്കുന്നതും പരിപാടി ചെയ്യുന്നതും ഒക്കെ. അതിലൊന്നും വ്യത്യസ്തമായിട്ടുള്ളൂ. ചില വ്യത്യാസങ്ങൾ വലിപ്പത്തിലും ചെറുപ്പത്തിലൊക്കെ ചില വ്യത്യാസങ്ങൾ മാത്രം വണ്ണത്തിലൊക്കെ കാണുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ കാമുകനെ തേച്ചൊട്ടിച്ച് അവൻ്റെ കൂടെ ചെന്നു. അവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ജോലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് സാഹസിക യാത്രകൾ നടത്തുന്ന ഒരു വ്യക്തിയാണ്. വലിയ മഞ്ഞുമലകൾ കീഴടക്കുക, എവറസ്റ്റ് പോലെയുള്ള കൊടുമുടികൾ കയറുക. അവിടെയൊക്കെ പലർക്കും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പല ആൾക്കാരും രക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഭയങ്കര സാഹസികനാണ്. അദ്ദേഹത്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അതൊരു അനിയത്തി മാത്രമേ ഉള്ളൂ. അപ്പോൾ അനിയത്തി എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കല്യാണത്തിന് എതിർപ്പാടുന്നത്, നീ ഇപ്പോൾ കല്യാണം കഴിക്കേണ്ട എന്നുള്ള എതിർപ്പാടുന്നത്. പക്ഷേ ഇവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളെ ഭയങ്കര ഇഷ്ടമായി. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അനിയത്തിയുടെ എതിർപ്പും മറികടന്നുകൊണ്ട് ഇവളെ കല്യാണം കഴിക്കുക. അവരങ്ങനെ പല സ്ഥലങ്ങളിലും ടൂറ് പോണ്. അതുപോലെ തന്നെ പല ഹോട്ടലുകളിൽ മാറി പരിപാടി ചെയ്യുന്നു. മഞ്ഞുമലയുടെ മുകളിലേക്ക് കൊണ്ടുപോണ്. ആ മഞ്ഞുമലയിൽ കയറിയിട്ട് ഒരു പരിപാടി ചെയ്യുന്നു. അങ്ങനെ ഇവൾക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ പരിപാടി ഒരു ഹരമാണ്. എവിടെ ചെന്നാലും പരിപാടിക്ക് ഇതിന് മുൻഗണന കൊടുക്കുന്നത്. അങ്ങനെ വളരെ സന്തോഷിച്ച് ജീവിക്കുന്ന സമയത്ത് ഇവിടെ എൻ്റെ ഭാര്യയ്ക്കൊരു കത്ത് വരണം, ഒരു എഴുത്ത് വരണം. എഴുത്ത് വരുന്നത് എന്താണ്? എഴുത്തിലെഴുതി പോകുന്നത്, നിങ്ങൾ ഈ വ്യക്തിയെ കല്യാണം കഴിച്ചത് നിങ്ങൾ ചെയ്ത ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമാണ്. ഇദ്ദേഹം ഒരു വായി നോക്കിയാണ് നിങ്ങളുടെ ഭർത്താവ്. അതുപോലെ തന്നെ പല സ്ത്രീകളെയും വഞ്ചിച്ച് കൊന്നു കളഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സമയം ഒരുപാട് വൈകി അദ്ദേഹം നിങ്ങളിൽ നിന്നുള്ള കുറേ
ബന്ധപ്പെടലുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം നിങ്ങളെ കൊന്നുകളയും. അതിനു മുമ്പ് നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് അവസരമുണ്ട്. അത് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അഡ്രസ്സില്ല, വേറെ ഒന്നുമില്ലാത്തൊരു കത്തണം. അത് വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ചെയ്തത് നമ്മുടെ മുമ്പിലത്തെ കാമുകനാണ്. ആ തേച്ചൊട്ടിച്ച് പോകുന്നുണ്ടല്ലോ, ആ കാമുകനാണ് ഇത് ചെയ്തത്. അവന് വേറെ ഒരു പണി ജോലിയില്ല, ഞങ്ങൾ ജീവിക്കുന്ന കണ്ടുള്ള അസൂയ കൊണ്ട് അവൻ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞുള്ള ആ കത്തിനെ തള്ളിക്കളഞ്ഞു. അങ്ങനെ ഈ ഇവരുടെ ജീവിതം മുന്നോട്ട് പോണ സമയത്ത് തന്നെ ഈ വീണ്ടും ഒരു കത്ത് കൂടി വരണം. ആ കത്ത് കൂടി വരുമ്പോൾ ഇതേ വാണിംഗ് തന്നെയാണ് ആ കത്തിലുള്ളത്. അപ്പോൾ ആ കത്ത് കൂടി വന്നപ്പോൾ ഇവൾക്ക് ഇതിലെന്തോ ഇങ്ങേരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭർത്താവാന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ പല പ്രാവശ്യം ഇവൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ വരെ ബന്ധപ്പെടാൻ തുടങ്ങി. അതുപോലെ ക്രൂരമായിട്ട് പെരുമാറാൻ തുടങ്ങി. പണ്ടുള്ള സ്നേഹത്തിൽ നിന്ന് വളരെ കുറവ് വന്ന പോലെ തോന്നി തുടങ്ങി. അപ്പോൾ ഈ കത്ത് വന്നതിലും ചില സംഗതികൾ ഒളിച്ച് നിൽക്കുന്നില്ലേ, അതിൻ്റെ രഹസ്യങ്ങളൊന്നും അറിഞ്ഞാൽ കൊള്ളാം എന്ന് വിചാരിച്ചുകൊണ്ട് ഇവനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ ഒന്ന് തീരുമാനിക്കുന്നു. ഈ കാര്യങ്ങൾ അന്വേഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ പരിചയക്കാരെടുത്തും മറ്റുള്ള കാര്യങ്ങളെടുത്തൊക്കെ ഇവൻ്റെ ഒരു കൂട്ടുകാരുണ്ട്. ആ കൂട്ടുകാരനോട് ആദ്യം ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം ഒഴിഞ്ഞൊക്കെ മാറിയെങ്കിലും പറയും, നിന്നെ കാണുന്നതിന് മുമ്പ് അവനൊരു കാമുകി ഉണ്ടായിരുന്നു, അത് സത്യമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചാൽ ആ കാമുകി എവിടെയാണെന്ന് ചോദിച്ചാൽ ആ കാമുകിയുടെ സ്ഥലം അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഇവൾ ആ കാമുകിരെ അവിടേക്ക് ചെല്ലുക, ആ വീട്ടിലേക്ക് ചെല്ലുക, അന്വേഷിച്ച്. അവിടെ ചെല്ലുമ്പോൾ അവിടെ അച്ഛനും അമ്മയും ഉണ്ടാവും. അപ്പോൾ ചോദിച്ചു നിങ്ങളുടെ മോളോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ മോള് മിസ്സിങ് ആയിട്ട് കുറേ കാലമായി, ഞങ്ങൾ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്, അന്വേഷിച്ചുകൊണ്ടിരിക്കണമെന്നാണ് പോലീസ് പറഞ്ഞതെന്ന് പറഞ്ഞു. ഇവൾക്കപ്പോൾ ഭയങ്കരമായിട്ട് പേടിയായി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കത്തിൽ പറഞ്ഞ കാര്യങ്ങളും ഈ ഒരു അവിടെ പോയി അന്വേഷിക്കാൻ പറഞ്ഞ കാര്യങ്ങളും നോക്കുമ്പോൾ രണ്ടും നല്ല മാച്ചിങ് വരുന്നുണ്ട്. അപ്പോൾ ഇവൾക്ക് ഭയങ്കര പേടിയായി. പിന്നെ ഇവനായിട്ടുള്ള അധികം അടുത്ത ഇടപെടൽ നിർത്തി. അതുപോലെ തന്നെ ഇവനെ ബന്ധപ്പെടാൻ വരുമ്പോഴോ സ്നേഹിക്കാൻ വരുമ്പോഴൊക്കെ ഒഴിഞ്ഞു മാറാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കത്ത് കൂടി വരണം. ആ കത്തിലെഴുതി കൊണ്ട് നിങ്ങൾ ഒരു അന്വേഷണം നടത്തിയല്ലോ, അത് നിങ്ങൾക്ക് സത്യമാണെന്ന് മനസ്സിലായില്ലേ, ഞാനിതാ ഒരു അഡ്രസ്സും കൂടി തരുന്നു, നിങ്ങൾ ആ അഡ്രസ്സിലും പോയിട്ട് നിങ്ങളൊന്ന് അന്വേഷിക്കും, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തുമ്പ് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ അഡ്രസ്സും അന്വേഷിച്ച് പോകണം. അപ്പോൾ ഇവളിങ്ങനെ പാരലായിട്ട് ഇങ്ങനെ അന്വേഷണം നടത്തേണ്ടെന്ന് ഇവന് മനസ്സിലായി. ഒരുപാട് വാണിംഗ് ചെയ്തു, നീ ഇങ്ങനെയുള്ള അന്വേഷണങ്ങൾ നടത്തരുത്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ട്, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ്, അപ്പം നീ അതിൻ്റെ ഇടയിൽ സംശയത്തിൽ രീതിയിൽ ഇങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ എനിക്കതിൽ വിഷമം ഉണ്ടാവും എന്നൊക്കെ പറയും. അത് സ്വാഭാവികം, അത് ഇവൾ കണക്കിലെടുക്കുന്നില്ല, സത്യം അറിയണം എന്തായാലും. അത് കഴിഞ്ഞിട്ട് ആ പറഞ്ഞ അഡ്രസ്സിലേക്കും ചെന്നു. അവിടെ ചെന്നപ്പോഴും ആ ഫോട്ടോ നോക്കിയിട്ട് അവിടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരനുണ്ട്, എല്ലാവരും കരയുക ചെയ്യുന്നത്. അപ്പോൾ വിളി ചോദിച്ച് അപ്പോൾ മോള് മിസ്സിങ് ആയിട്ട് എത്ര നാളായി? അപ്പോൾ പറയും കുറച്ച് കൊല്ലങ്ങളായി. അപ്പോൾ പറഞ്ഞു മോളുടെ ഫോട്ടോസുകളുണ്ടോ? അപ്പോൾ ചോദിച്ചു മോൾക്കൊരു കാമുകനുണ്ടായിരുന്നു, ആ ഫോട്ടോ ഒക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ ഇവിടെ ഞെട്ടിപ്പോയത്. ആ ഫോട്ടോ വേറെ ആരുമല്ലായിരുന്നു, ആ ഫോട്ടോ ഇവളുടെ ഭർത്താവിൻ്റെ ഫോട്ടോ ആണ്. മറ്റൊരിടത്ത് പോയപ്പോൾ ഫോട്ടോ ഒന്നുമില്ല, പക്ഷേ ഇവിടെ ഫോട്ടോ കാണിച്ചു കൊടുക്കണം. ഇവർ പോയിട്ട് ഇവളെ കൊണ്ടുപോയ എല്ലാ സ്ഥലങ്ങളിലും ഈ പെണ്ണിനെ കൊണ്ടുപോയിട്ട് ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ ഒക്കെ അവരുടെ ആൽബത്തിലുണ്ട്, ഇത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ അവൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി തൻ്റെ ഭർത്താവ് ക്രൂരമായി 2 സ്ത്രീകളെ കൊന്ന് കുഴിച്ചു മൂടിയുള്ള വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇയാളിൽ നിന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ മൂന്നാമത് എന്നെയും കൊല്ലും എന്ന് പറഞ്ഞു. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇവൾ നേരിട്ട് പോലീസ് സ്റ്റേഷനിലില്ല. പോലീസ് സ്റ്റേഷനിൽ എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയണം. അപ്പോൾ പറഞ്ഞു ഇതൊന്നും ഈ മിസ്സായ സ്ത്രീകളായാലും ഇവരും തമ്മിൽ ലിങ്ക് ചെയ്യാനായിട്ടൊരു തെളിവ് നിങ്ങൾ തരുന്നില്ല. ആ തെളിവുണ്ടെങ്കിലാണ് നമുക്ക് എന്തെങ്കിലും അദ്ദേഹത്തിനെതിരെ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. തെളിവില്ലാണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളൊരു തെളിവ് കൊണ്ടുവരൂ, ആ നിമിഷം ഞങ്ങൾ ഇയാളെ അറസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പോലീസ് പറയുന്നത് ഞങ്ങളും ഈ 2 മിസ്സിംഗ് കേസിൻ്റെ പിന്നാലെയാണ് ഞങ്ങൾ, പക്ഷേ ഞങ്ങൾക്കൊരു തുമ്പും കിട്ടിയിട്ടില്ല. നിങ്ങൾ അതിനൊരു തെളിവ് കൊണ്ടുവന്ന, ഇദ്ദേഹമാണ് അതിനുള്ളതിനൊരു തെളിവ് കൊണ്ടുവന്ന ഞങ്ങൾ മൂവ് ചെയ്യാമെന്ന് പറഞ്ഞത്. പോലീസിൻ്റെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു അഭിപ്രായം കിട്ടിയപ്പോൾ അത് സത്യമാണ്. തെളിവില്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരാളെ വലിയ കേസ് അന്വേഷണം നടത്താനേ പറ്റില്ലല്ലോ. അങ്ങനെ പിന്നെ ഇവൾ ചിന്തിച്ചാൽ തന്നെ ഇനി ഇതിൻ്റെ രഹസ്യങ്ങൾ അറിയണമെങ്കിൽ ഇപ്പോൾ ഇയാളുടെ അനിയത്തിനെ കാണണം. അങ്ങനെ അനിയത്തിനെ കാണാണ്. അനിയത്തി വേറെ സ്ഥലത്താണ് താമസിക്കുന്നത്. അനിയത്തിനെ ഒന്ന് കാണണം. ചോദിച്ചു, ഇന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അനിയത്തി പറഞ്ഞു, അതെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കത്തുകൾ എഴുതിയത് ഞാനാണ്. നിങ്ങൾക്കൊരു വാണിംഗ് തരാനായിട്ടാണ് ഞാൻ കത്തുകൾ എഴുതിയത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവനെ ഉപേക്ഷിച്ച് നിങ്ങളെ ജീവനും കൊണ്ട് രക്ഷപ്പെടുക എന്ന് പറഞ്ഞു.
അപ്പോൾ ഈ 2 സ്ത്രീകളെയും നമുക്ക് ഇയാളെ ജയിലിലാക്കണം. അതുകൊണ്ട് ഈ 2 സ്ത്രീകളെയും കൊന്ന് എവിടെയാണ് കുഴിച്ചിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് കാണിച്ചു തരണം. എന്നിട്ട് ഞാൻ ഇയാളെ ജയിലാക്കിയിട്ട് ഞാൻ അവിടെ നിന്ന് പോകുള്ളൂ എന്ന് പറയും. അപ്പോൾ അത് സഹോദരിക്ക് അത് ശരിയായെന്ന് തോന്നി. അങ്ങനെ സഹോദരി എന്തുണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളെയും കൂട്ടിക്കൊണ്ട് ഒരു മലയുടെ അടിവാരത്ത് ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ സഹോദരൻ ഒരു കുഴിയിൽ ഇനി 2 പേരും കുഴിച്ചിട്ടിരിക്കുന്നു, ഇവിടെ ഇനി കുഴിച്ചിട്ടിരിക്കുന്നു പറഞ്ഞു. അങ്ങനെ ആ കുഴി തോണ്ടിയപ്പോൾ ഇനി അവിടെ 2 അസ്ഥികൂടങ്ങൾ കാണുന്നു. ഈ അസ്ഥികൂടങ്ങൾ കാണുമ്പോൾ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് മനസ്സിലായി ഈ 2 കൊലയ്ക്കും പിന്നിൽ എൻ്റെ ഭർത്താവാണെന്ന്. അവിടെ ഇനിയൊരു ട്വിസ്റ്റ് നടക്കുന്നത്. ഇത് 2 അസ്ഥികൂടങ്ങൾ കാണിച്ച് അതോട് കൂടിയിട്ട് ഈ അനിയത്തി എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളുടെ അടുത്ത് തോക്ക് ചൂണ്ടിയിട്ട് പറയണം, അതേ 2 പേരെ കൊന്നത് എൻ്റെ ആങ്ങളെയല്ല, 2 പേരും വക വരുത്തിയത് ഞാനാണ്. ഇപ്പോൾ അതേ 3ാമത് നിന്നെ ഞാനിവിടെ കൊന്നിട്ട് ഈ കലറ തുറന്നിട്ട് ഇതിലും ഈ മണ്ണിൽ എന്നെ നിന്നെയും കുഴിച്ചിടും. അപ്പോൾ 3 പേരായി. അപ്പോഴാണ് ഇവിടെ ആകഞ്ഞിട്ടണത്. അപ്പോഴാണ് നമ്മളും കൂടി കഥകൾ മനസ്സിലാക്കുന്നത്. എന്താണ്, ഈ സഹോദരനല്ല ഈ കൊലപാതകങ്ങൾ ചെയ്തത്, ഇത് സഹോദരിയാണ് ചെയ്തത്. എന്നിട്ട് അതിനുള്ള കാരണം കൂടി ഇവളോട് പറയണം, നിൻ്റെ ഭർത്താവിനെ, എൻ്റെ ജ്യേഷ്ഠനെ ഞങ്ങൾ തമ്മിൽ അരുതരാത്തൊരു ബന്ധം ഉണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ പരിപാടി ചെയ്യായിരുന്നു, ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലായിരുന്നു. പക്ഷെ അവനത് ഇഷ്ടമില്ലായിരുന്നു. അവനെ ബലം പ്രയോഗിച്ച് ഞാൻ പരിപാടി ചെയ്യുന്ന പതിവ്. അപ്പോൾ ആ ഒരു ബന്ധത്തിൻ്റെ ഇടയിലേക്ക് അവൻ എൻ്റെ ബന്ധം ഉപേക്ഷിച്ചിട്ടാണ് ഈ 2 കാമുകിമാരെ പരിപാടി ചെയ്യാനും അവരെ കല്യാണം കഴിക്കാനും തീരുമാനിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ 2 പേര് ഈ കുഴിയിൽ കിടക്കേണ്ട വന്നത്. നിന്നെ കല്യാണത്തിന് മുമ്പ് എന്നെ ഇതുപോലെ കൊണ്ടുവരുന്ന ഇവിടെ കുഴിച്ചിടണമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളെ കൊണ്ട് അത് നടന്നില്ല. അത് ഇത്തിരി വൈകിപ്പോയി. അതിനുശേഷമാണ് നീക്ക് അതിന് കത്തുകൾ എഴുതിയത്. ഇപ്പം എന്തായാലും നീ എൻ്റെ വഴിക്ക് വന്നു, നീ ഈ കുഴിയുടെ അടുത്ത് വന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിന്നെ വളരെ സൗകര്യമായിട്ട് കൊല്ലാം. മരിക്കാൻ പോകുന്ന നിൻ്റെ അടുത്ത് ഈ സത്യങ്ങളെല്ലാം പറയുന്നു ഞാൻ. എൻ്റെ സഹോദരനുമായിട്ട് എനിക്ക് ബന്ധപ്പെടണം. എൻ്റെ സഹോദരനെ ഞാൻ ഒരു സ്ത്രീകൾക്കും വിട്ടുകൊടുക്കില്ല. എനിക്കെൻ്റെ സഹോദരനെ തന്നെ വേണം ജീവിതകാലം മുഴുവൻ ബന്ധപ്പെടാനായിട്ട്. അത് ഇങ്ങനെ ഒരു സ്ത്രീകൾ അതിൻ്റെ ഇടയിൽ കയറി വന്നാൽ എനിക്ക് പിന്നെ എൻ്റെ കൺട്രോൾ പോവും. ഞാൻ എന്താ ചെയ്യാമെന്ന് എനിക്കൊരു പിടുത്തമില്ല. അപ്പോൾ ആ സ്ഥാനത്ത് നീ ഇത്രയും നാൾ ജീവിച്ചു, നിൻ്റെ ജീവിതം ഇവിടെ വെച്ച് അവസാനിക്കാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വെടിവെക്കുന്നതോട് കൂടിയിട്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് ഇതെല്ലാം ഇത് നോക്കിക്കൊണ്ട് അപ്പുറത്ത് ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. ആരാണ്? ഇവളുടെ ഭർത്താവ്. ഇവിടെ വാച്ച് ചെയ്ത് വരാമെന്ന്. ഇവരൊക്കെ വാച്ച് ചെയ്തിട്ട്, പോലീസുകാരും മണ്ടന്മാരൊന്നല്ല, ഇവരൊക്കെ വാച്ച് ചെയ്തിട്ട് ഇവരൊക്കെ ഫോളോ ചെയ്തിട്ട് പോലീസും നിൽക്കുന്നുണ്ട് അവിടെ. അങ്ങനെ ഈ അനീത്തിനെ അവിടെ വെച്ച് കയ്യോടെ കൂടിയിട്ട് സകല തെളിവോടും കൂടിയിട്ട് അറസ്റ്റ് ചെയ്യുക. അതിനും സഹായിച്ചത് ഇവളുടെ ഭർത്താവിനെയാണ്. ഇവളുടെ ഭർത്താവിനെ ചെന്ന് പറഞ്ഞത് ഈ 2 കൊല മിസ്സിങ് കേസിലും ആ പെൺകുട്ടികളായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. അത് ബന്ധം ഉണ്ടാകുന്ന വെച്ചാൽ അങ്ങനെ നിൽക്കുമ്പോൾ ഇവളുടെ പാരലായുള്ള അന്വേഷണം വന്നത്. അപ്പോൾ പോലീസ് ഒന്നുകൂടി ഊർജ്ജമായി അന്വേഷിച്ചു. അങ്ങനെയാണ് ഇവർ അനിയത്തിനെയും കൊണ്ടുവന്ന് ഈ മലയുടെ അടിയിൽ വരുന്നത് കാണുന്നത്. അങ്ങനെയാണ് പോലീസും ഇവർ ഒരുമിച്ച് വന്നിട്ട് അനിയത്തിനെ അറസ്റ്റ് ചെയ്തത്. അനിയത്തിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ചേട്ടനായിട്ടുള്ള ബന്ധപ്പെടുന്നതൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ട് വീണ്ടും ആ വീഡിയോ ഞങ്ങൾ വൈറലാക്കും അല്ലെങ്കിൽ നെറ്റിലിടുമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അനിയനെ കൊണ്ട് ഈ സഹോദരനെ കൊണ്ട് പരിപാടി ചെയ്യിച്ചു. അപ്പോൾ ഒരു ക്രൈം എവിടെ നടന്നാലും അവിടെ ഇന്നല്ലെങ്കിൽ നാളെ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത്തരം ബന്ധങ്ങളിലൊന്നും ചെന്ന് ചാടാണ്ട് നല്ല കുട്ടികളായിട്ടിരിക്കില്ലേ. അടുത്ത വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.